ഹലോ, ഹായ് ഓൾ. അപ്പോൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് ഇന്ന ബിയറിഷ് ടെറിട്ടറിയിലാണ്, ഒരു ബിയറിഷ് സെന്റിമെന്റിലാണ്. നമ്മുടെ തമ്മിലൊക്കെ അത് തന്നെയായിരുന്നു. എന്ന് നമ്മൾ ഇത്രയും ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവിടെ അതിന്റെ മെയിൻ വില്ലനായി നിന്നത് HDFC ബാങ്ക് ആയിരുന്നു. അപ്പൊ HDFC ബാങ്ക് ആണ് ഈ ഒരു ബുള്ളിഷ് മാർക്കറ്റിനെ ഇപ്പൊ നമുക്ക് ഒരു നെഗറ്റീവായിട്ട് തിരിഞ്ഞേക്കുന്നത്. അപ്പൊ ഇനി കംപ്ലീറ്റ്ലി ഒരു ബ്ലഡ് ബാത്ത് ആയിരുന്നു ഇന്ന് മാർക്കറ്റിൽ ഉണ്ടായത്. അപ്പൊ സപ്പോർട്ട് ഫസ്റ്റ് ടൈമിലൊക്കെ ഇൻട്രാഡേ സപ്പോർട്ട്, സപ്ലൈ സോൺ ആൻഡ് ഡിമാൻഡ് സോണൊക്കെ നിഫ്റ്റി എടുക്കും. ബാങ്ക് നിഫ്റ്റി മാക്സിമം അതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്യും. ഫസ്റ്റ് ടൈമിലൊക്കെ അത് 46,300 എന്ന ലെവലൊക്കെ കറക്റ്റ് അത് ഹോൾഡ് ചെയ്തു. കുറച്ച് നേരത്തേക്കൊക്കെ ഹോൾഡ് ചെയ്തായിരുന്നു. ബട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ സെന്റിമെന്റ്സും ബിയറിഷ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് വീണ്ടും താഴേക്ക് പോയി. പുട്ട് ബയേഴ്സ് ഒക്കെ പുട്ട് ഹോൾഡേഴ്സ് ഒക്കെ പുട്ട് എടുത്തേക്ക് വാങ്ങിയ പി ഹോൾഡേഴ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രോഫിറ്റ് ആയിരിക്കും. കുറെ നാൾക്ക് ശേഷം ബിയറിഷ് ഒരു നല്ല രീതിയിൽ വന്നേക്കാണ്. അപ്പൊ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ പോയിന്റ്സ് ഒക്കെ ഉണ്ട്. നമ്മൾക്ക് ഇനി സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യുന്നവര് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് ലോസ് വലിക്കുക. ദെൻ നമ്മൾ പൊസിഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ലെവൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇനി പുതിയൊരു പൊസിഷൻസിലേക്ക് കയറുക. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ നല്ല സ്റ്റോക്ക് നല്ല സോണിൽ വരുമ്പോൾ അത് മേടിക്കാൻ നോക്കാം. ബട്ട് നമ്മളിപ്പോൾ ജസ്റ്റ് മാർക്കറ്റ് റിവേഴ്സ് ആയില്ല എന്നുള്ളത് കൺഫേം നമുക്ക് ചെയ്യണം. അപ്പൊ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഇന്ന് നോക്കുന്നത്. ദെൻ നമുക്ക് ഹോൾ സെന്റിമെന്റ് എങ്ങനെയുണ്ടെന്ന് അറിയണം. എന്നാൽ തന്നെ ബിക്കോസ് മാർക്കറ്റ് നല്ല രീതിയിലായിരുന്നു റാലി നടന്നത്. അപ്പൊ ആ റാലിക്ക് ശേഷം നമുക്കിനി മാർക്കറ്റ് ഒരു കറക്ഷനിലേക്ക് പോകുമ്പോൾ എവിടെ വരെയും നമുക്ക് ഇനി അതിന്റെ സപ്പോർട്ട് 21,800 എന്നുള്ള നല്ല സപ്പോർട്ടായിരുന്നു. ആ സപ്പോർട്ട് എടുത്തിട്ടില്ല മാർക്കറ്റ്. അപ്പോൾ ഇനി അതിന്റെ താഴേക്ക് വരുമ്പോൾ നമുക്കിനി ഏതാണ് നല്ല രീതിയിലുള്ള സപ്പോർട്ട് വരുന്നത്, ആ സപ്പോർട്ട് അനുസരിച്ച് മാത്രം സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കയറുക. അതല്ല എങ്കിൽ സ്റ്റോക്കിനെ ജസ്റ്റ് വാച്ച് ചെയ്യുക. എൻട്രി എപ്പോഴും നമുക്ക് റിവേഴ്സൽ കൺഫേം ആയതിനു ശേഷം മാത്രം എടുക്കുക. ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എൻട്രീസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒന്നല്ലെങ്കിൽ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ വന്നിട്ട് അതിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതിൽ വന്നാൽ നിങ്ങൾക്ക് പിൻഡ് മെസ്സേജിൽ DM ചെയ്ത് അതും ചോദിക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിന്റെ ഒരു അനാലിസിസ്. ഇത് പാനിക് സെല്ലിംഗ് ആണെന്ന് വേണമെങ്കിൽ പറയാം. HDFC ബാങ്ക് ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഹോൾ വേൾഡ് മാർക്കറ്റ്സ് ഒക്കെ നെഗറ്റീവിലേക്ക് വന്നിട്ടുണ്ട്. US മാർക്കറ്റും അങ്ങനെ മൊത്തത്തിലൊരു നെഗറ്റിവിറ്റി ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇനി എന്തായിരിക്കും എന്നുള്ളതിന്റെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലെവൽസും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഹോൾഡിങ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. അതോടൊപ്പം നമുക്ക് ചാർട്ട് അനാലിസിസും, നമ്മൾ 4 hours ചാർട്ട് അനാലിസിസ് നോക്കിയായിരുന്നു. അപ്പോൾ നമുക്ക് ഇനി നെക്സ്റ്റ് എങ്ങനെയാണെന്നുള്ളതും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. അപ്പൊ നമുക്ക് ക്വിക്കായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് എല്ലാവരും ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ആൻഡ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളിലൊക്കെ അത് ഷെയർ ചെയ്യുക. ദെൻ അതോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മളപ്പോൾ നമുക്ക് ഇൻട്രാഡേ അനാലിസിസ് നോക്കാം. അപ്പൊ ഇതായിരുന്നു മാർക്കറ്റ്. ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ തന്നെയായിരുന്നു ഓൾറെഡി ടെലിഗ്രാം ചാനലിലെല്ലാം നമ്മളത് ഇത് ചെയ്തിട്ടുണ്ട്. നമുക്ക് മാർക്കറ്റിന്റെ സോൺ കാര്യങ്ങൾ ഗ്യാപ് ഡൗൺ ആയിട്ട് നമ്മൾ അതിനുശേഷം നമ്മൾ ഒന്ന് സോൺ കാര്യങ്ങൾ മാർക്ക് ചെയ്തു. ദെൻ അവിടെ വെച്ചിട്ട് സപ്പോർട്ട് എടുക്കുന്നുണ്ട്. ദെൻ അവിടെ വെച്ച് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു, മാർക്കറ്റ് എപ്പോഴും വോളറ്റൈലിന് ചാൻസ് കൂടുതലാണ്. വിക്സ് 10% അപ്പായിരുന്നു. അപ്പൊ ശ്രദ്ധിച്ച് തന്നെ മാർക്കറ്റിനെ നോക്കണം. അതല്ല എങ്കിൽ എപ്പോഴാണെങ്കിലും നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയുടെ സപ്പോർട്ടും ഡിമാൻഡ് സോണും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ അതായിരുന്നു. അപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പൺ വന്നു. ഫസ്റ്റ് ക്യാൻഡലിൽ തന്നെ നല്ലൊരു ബൗൺസ് ബാക്കിന് ശ്രമിച്ചു. ദെൻ പിന്നെ അവിടെ നമുക്കൊരു കണ്ടിന്യൂസ് ക്യാൻഡിലൊന്നും ഉണ്ടായില്ല. പിന്നെ അതിന്റെ താഴെ ഒരു സപ്ലൈ സോൺ ഉണ്ടായിരുന്നു. സപ്ലൈ സോണിനെ നൈസായിട്ട് നിഫ്റ്റി ബ്രേക്ക് ചെയ്തു. പിന്നെ അതിന്റെ ഒപ്പം ചാനൽ സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു. ബട്ട് ചാനലിൽ പോയി അവിടെ നമുക്ക് കണ്ടോ അൾട്ടിമേറ്റ്ലി ബിയറിഷ് ആയിരുന്നു നിന്ന്. അവിടെ വന്നു ആ ചാനലിന്റെ കറക്റ്റ് ആ ഹൈയിൽ പോയിട്ട് ചാനലിന്റെ ലോയിൽ ചെന്ന് ഒരു റീടെസ്റ്റ് നടത്തി. അവിടുന്ന് ഫോൾ ഉണ്ടായി. ദെൻ കണ്ടിന്യൂസ് സ്ലോ
പേസിൽ തന്നെയായിരുന്നു. പിന്നെ നിഫ്റ്റി ഒരു 200 ഒരു 21,500 അവിടെ നിന്ന് ഡിമാൻഡ് സോണിൽ നിന്ന് ജസ്റ്റ് ആ 21,600 എന്നുള്ള ഷോർട്ട് സ്ട്രാഡിൽ നമ്മൾ കാലത്ത് തന്നെ പറഞ്ഞു 600 ഷോർട്ട് സ്ട്രാഡിലായിട്ട് ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഷോർട്ട് സ്ട്രാഡിൽ പ്ലസ് ഡിമാൻഡ് സോണിലായിരുന്നു നിഫ്റ്റി ഹോൾഡ് ചെയ്തത്. നിഫ്റ്റിക്ക് മെയിൻ സപ്പോർട്ട് നൽകിയത് മീൻസ് നമ്മുടെ IT ആണ്. IT-യുടെ ഒരു സപ്പോർട്ട് നമുക്ക് കാണാം. IT ബെയറിഷിലേക്ക് സ്റ്റിൽ വന്നിട്ടില്ല. IT പ്ലസ് ആണ്, 0.64% IT പ്ലസ് ആണ്. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ബാങ്ക് നിഫ്റ്റിക്കും സെയിം. ബാങ്ക് നിഫ്റ്റിയാണ് ശരിക്കും നിഫ്റ്റിനെ നല്ല രീതിയിൽ താഴേക്ക് ഡ്രാഗ് ചെയ്തതെന്ന് പറയാം. ബാങ്ക് നിഫ്റ്റിയുടെ നല്ല ഹ്യൂജ് ഗ്യാപ് ഡൗൺ. അവിടെ നിന്നും നിഫ്റ്റിനെ മാതിരി തന്നെ ഫസ്റ്റ് ഇനീഷ്യൽ ഒരു പുൾ ബാക്കിന് ശ്രമിച്ചു, ബട്ട് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. ദെൻ ബാങ്ക് നിഫ്റ്റി സപ്ലൈ സോൺ ബ്രേക്ക് ചെയ്തു താഴേക്ക്. പിന്നെ ഡിമാൻഡ് സോണും ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തില്ല, ഡിമാൻഡ് സോണും ബ്രേക്ക് ചെയ്ത് താഴേക്ക്. ബിക്കോസ് HDFC ആയിരുന്നു സ്ട്രോങ് നമ്മുടെ മെയിൻ വില്ലനായിട്ട് നിന്നത്. അപ്പോൾ 4% ബാങ്ക് നിഫ്റ്റി വീണിട്ടുണ്ട് ആൻഡ് 2.09% ഹാഫ് ആണ് നിഫ്റ്റി വീണിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി നാളത്തെ ലെവൽസ് കാര്യങ്ങളൊന്ന് നോക്കണം. എങ്ങനെയാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ അത്രയും വീണിട്ടില്ല. ഓൾറെഡി ഒരു കാര്യം കൊണ്ടുണ്ടായി, നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ അത്രയും കയറിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ അത്രയും കയറിയിട്ടുണ്ടായില്ല. ബാങ്ക് നിഫ്റ്റി 22 ബ്രേക്ക് ചെയ്യുമ്പോൾ നിഫ്റ്റി 22 ബ്രേക്ക് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു ന്യൂ ഓൾ ടൈം ഹൈ ഒന്നും ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ നല്ല ഫോളോ വന്നപ്പോൾ ഏറ്റവും നല്ല ഫോള് ബാങ്ക് നിഫ്റ്റിക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതാണ് നമുക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് വരുന്നത്, അതൊക്കെ ഒന്ന് നമുക്ക് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. അതോടൊപ്പം നിങ്ങൾക്ക് ഹോൾ മാർക്കറ്റിന് ഒരു അനാലിസിസും കിട്ടും. അങ്ങനെ മെയിൻ നമ്മൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയാണ് നോക്കുന്നത്. അപ്പോൾ അതാണ് മെയിൻ ഇൻഡൈസസിൽ. അത് രണ്ടുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അപ്പം ഇനി നമുക്ക് OA അനാലിസിസ് വെച്ചിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഇത് നോക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് ഡിലീറ്റ് ചെയ്തായിട്ട് ഓക്കെ. അപ്പം പിന്നെ നമുക്ക് OA അനാലിസിസ് നോക്കാം. അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെ OA. ഓക്കെ, കറൻ്റ്ലി വീക്കാണ്, പുട്ടിൽ നല്ല വീക്കാണ് കാണുന്നത്. സ്ട്രോങ്ലി ബിയറിഷ് സെന്റിമെന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. PCR 0.8 ബിയറിഷ് ആണ്. ഓക്കെ, നമുക്ക് പുട്ട് ബിൽഡിങ് എവിടെയും കാണാനും കഴിയുന്നില്ല. സ്ലൈറ്റ്ലി പുട്ടാണ് നമ്മൾ. അത് മാക്സിമം അറ്റ് ദ മണിയിൽ തന്നെ 21,500 ആണ്. 21,600-ലും ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ തന്നെയാണ്. അത് വലിയ രീതിയിലല്ല, ബട്ട് നമ്മളത് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം. 21,700, 21,800, 21,800-ൽ കുറച്ച് എമൗണ്ട് ഓഫ് ഈക്വൽ എമൗണ്ട് 21,800, 700, 600-ലൊക്കെ ഈക്വൽ എമൗണ്ട് ഓഫ് പുട്ട് ബിൽഡിങ്ങും കാണാം. ബട്ട് അവിടെ നമുക്ക് ലാർജ്ലി കോൾ ആയതുകൊണ്ട് നമ്മൾ 21,600 അറ്റ് ഒരു ഷോർട്ട് സ്ട്രാഡിൽ വെച്ചാൽ 700 ഒരു റെസിസ്റ്റൻസ്, 800-ഉം റെസിസ്റ്റൻസ് തന്നെ ഹോൾഡ് ആക്കാം. ദെൻ സപ്പോർട്ടായിട്ട് നമ്മൾ ഇനീഷ്യൽ സപ്പോർട്ടായിട്ട് 21,500 തന്നെ ഉള്ളൂ. ദെൻ അതിൻ്റെ അടിയിലേക്ക് നമുക്ക് വലിയ സപ്പോർട്ട് കാര്യങ്ങളൊന്നും കറൻ്റ്ലി നല്ല പുട്ട് ബിൽഡിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ സപ്പോർട്ടായിട്ട് ഇപ്പോൾ വെക്കുന്നില്ല. ദെൻ നമുക്കിനി നാളെ നോക്കാം. പക്ഷേ ഷോർട്ട് സ്റ്റാഡിൽ അവിടെ തന്നെ ഉണ്ട്. ദെൻ 800 ഷോർട്ട് സ്റ്റാഡിൽ മാറ്റുന്നതാണ് നമുക്ക് ലൈറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് അവിടെ ഹോൾഡ് ചെയ്യാം. ദെൻ 800 നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, 800 നല്ല റെസിസ്റ്റൻസ്, 700 ചെറിയൊരു. അപ്പോൾ 800-ൻ്റെ റെസിസ്റ്റൻസ് കുറച്ച് ഹാർഡ് ആക്കാം. 800 ഓക്കെ ആണ്. ദെൻ 700 ഇവിടെയാണ് നമുക്ക് റെസിസ്റ്റൻസിന്റെ ഒരു ലൈറ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇവിടെ നമ്മൾ ലൈറ്റ് ആയിട്ടുള്ളത് കൊടുക്കാം. മീൻസ് ചാനലിന്റെ ഡൗൺ ആണ്. ഡൗണിന്റെ അവിടെ നിന്ന് നമുക്കൊരു ലൈറ്റ് റെസിസ്റ്റൻസ് ഇവിടെ 21,800 എന്നുള്ളത് നല്ല രീതിയിലുള്ള റെസിസ്റ്റൻസ് ആണ്. 21,900 ഒക്കെ ഈക്വൽ എമൗണ്ട് ഓഫ് ഉണ്ട്. ബട്ട് ഇതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ തൽക്കാലം അതൊക്കെ കളയാണ്. കാരണം മേളിലേക്ക് ഇനി നമ്മൾ നെക്സ്റ്റ് പോകുമ്പോൾ മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം എന്തായാലും ഈ ലെവൽസ് കാര്യങ്ങളൊക്കെ നിഫ്റ്റി വിട്ടു. ദെൻ നിഫ്റ്റി താഴേക്കാണ്. 21,500 എന്ന് പറയുന്നത് നല്ലൊരു സപ്പോർട്ടല്ല. മീൻസ് ഒരു ലൈറ്റ് സപ്പോർട്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് 21,500 ലൈറ്റ് സപ്പോർട്ട്. അപ്പോൾ 21,600-ലെ ഒരു സ്റ്റാഡിലുണ്ട്. ചെറിയ രീതിയിലാണ്. മീൻസ് മാർക്കറ്റ് അവിടെ നല്ലൊരു സ്റ്റാഡിലല്ല. അത് മീൻസ് അവിടെ നല്ല ഹ്യൂജ് പുട്ട് ആൻഡ് കോൾ ബിൽഡിംഗ് ഒന്നും അല്ല. അപ്പോൾ നമ്മൾ സ്ട്രാഡിലായിട്ട് തന്നെ അത് വെച്ചേക്കാണ്. 21,700-ൻ്റെ റെസിസ്റ്റൻസ് ആണെങ്കിൽ
ചെറിയ ഒരു പുട്ടും ബിൽഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മാർക്കറ്റ് ഓപ്പൺ ഏത് ലെവലാണെന്ന് നോക്കിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. 21,800 നല്ല റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ സപ്പോർട്ടാണ് മെയിനായിട്ട് വീക്ക്നെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ദെൻ ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ സൂം കാര്യങ്ങൾ കളയാം. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ നോക്കാം. ബാങ്ക് നിഫ്റ്റിക്ക് നമുക്ക് നല്ല രീതിയിലുള്ള ഫാളാണ് നമ്മൾ ഇന്ന് കണ്ടേക്കുന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റി വീക്കിലി അനാലിസിസ് നോക്കുമ്പോൾ ഓക്കെ സ്റ്റിൽ 0.8 തന്നെ, സോറി നെക്സ്റ്റ് വീക്ക് കൊണ്ടുള്ളതുകൊണ്ടാണ്. PCR 1.1 ഇപ്പോഴും സ്റ്റിൽ സൂചിപ്പിക്കുന്ന ഹിസ്റ്റോറിക്കലിൽ. എനിവേ നമുക്ക് എങ്ങനെയാണ് നാളെ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ആയതിനു ശേഷം മാത്രം നോക്കാം. രസം എന്ന് വെച്ചാൽ 47Kയിൽ സ്ട്രാഡിലായിട്ട് തന്നെ ഫോർമേഷനിൽ നിൽക്കുന്നുണ്ട്. സോ ഒരു പുൾ ബാക്ക് ഉണ്ടാവോ ഇല്ലേ എന്നുള്ളത് നമുക്കൊന്ന് നോക്കേണ്ട കാര്യമാണ്. 46,100 കറന്റ് സ്ട്രാഡിൽ ആൻഡ് മാക്സിമം സപ്പോർട്ട് എന്ന് പറയുന്നത് 46,000 ആണ്. 46,000 മാക്സിമം സപ്പോർട്ട് ആൻഡ് സ്ട്രാഡിൽ അറ്റ് 46,100 സപ്പോർട്ട് എന്ന് പറയുന്നത് 46,000. ഓക്കെ, അപ്പോൾ കറണ്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓക്കെ, 46,000 അല്ലേ സപ്പോർട്ട്, 46,000 സപ്പോർട്ട് ആൻഡ് 46,100 അല്ലേ സ്ട്രാഡിൽ. 46,100 ഏകദേശം അടുപ്പിച്ചുള്ള ലെവൽ തന്നെയാണ് നിൽക്കുന്നത്. മീൻസ് കറണ്ട് മാർക്കറ്റ് കറണ്ടിലാണ്. ഓക്കെ, ഇത് നമ്മൾ സപ്പോർട്ടാക്കി വെക്കുന്നത്. ഓക്കെ, 4600 നല്ല രീതിയിലുള്ള സപ്പോർട്ടും സ്ട്രാഡിൽ 46,100 ആണ് ഉള്ളത്. ഒരു ലിറ്റിൽ ബിറ്റ് കൺഫ്യൂഷനിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. 47,000 നമുക്ക് പിന്നെ ഒരു ഷോർട്ട് സ്ട്രാഡിൽ അതും ലൈറ്റായിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്ന് ലൈറ്റും കൂടി ആക്കിയേക്കാം. സ്ട്രോങ് അല്ല, മീൻസ് കുറച്ച് ഹെവിയിൽ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഇനിയും നമുക്ക് അതിൽ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്ക് സപ്പോർട്ട് നമുക്ക് ശരിക്കും നല്ല രീതിയിൽ ഇപ്പോൾ 46 ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ സ്റ്റിൽ അവിടെ നമുക്ക് ഇപ്പോഴും പുട്ട് ബിൽഡിംഗ് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് PCR 1.1 സൂചിപ്പിക്കുന്നത്. ഇനി അതല്ല ബാങ്ക് നിഫ്റ്റി വീണ്ടും താഴേക്ക് വരികയാണെങ്കിൽ ഇവിടെ മേജർ സപ്പോർട്ടായിട്ടൊന്നുമില്ല. മീൻസ് 45,500 ഇൻസ്റ്റന്റിൽ പെട്ടെന്ന് ഒരു പുട്ട് ബിൽഡിംഗ് എന്നല്ലാണ്ട് നമുക്ക് നല്ല രീതിയിലുള്ള പുട്ട് ബിൽഡിംഗ് തന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് പോകുകയാണെങ്കിൽ വീണ്ടും ഷോർട്ട് കവറിങ് മീൻസ് ഷോർട്ട് ബിൽഡ് ചെയ്യാൻ ഉണ്ടാവും. മീൻസ് പിന്നെയും നല്ല രീതിയിലുള്ള ഷോർട്ട് ബിൽഡ് ചെയ്യും. കാരണം ഇവിടെയൊക്കെ നല്ല പുട്ടായിരുന്നു, ഇവിടെ പുട്ട് ബിൽഡിംഗ് ആയിരുന്നല്ലോ. വീണ്ടും ഷോർട്ട് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും താഴേക്ക് പൊസിഷൻസ് കൂടും. അപ്പോൾ മീൻസ് പൊസിഷൻസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും ഒരു ഫാൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ബിക്കോസ് നമുക്ക് 47,000 പുട്ട് ബിൽഡിംഗ് ഉള്ളതുകൊണ്ട് അവിടെ നമുക്ക് അൺവൈൻഡിങ് നടന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവർ അത് അൺവൈൻഡ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ബട്ട് ഇവിടെ നമുക്ക് അൺവൈൻഡിങ് സ്റ്റിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനിയും ഈ ലെവലിൻ്റെ 46,000 താഴേക്കാണ് പോകുന്നതെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കെയർഫുൾ ആവണം. ബിക്കോസ് മാർക്കറ്റ് ഇനിയും ഫോളോ ആവാനുള്ള ഒരു ചാൻസ് അവിടെ ഉണ്ട്. 47 നമ്മൾ സ്റ്റാർട്ടിൽ തന്നെയാണ് ഇപ്പോഴും കറന്റ്. ബട്ട് ഇനി അതല്ല, ഇവിടെ നമുക്ക് സപ്പോർട്ട് എടുത്തിട്ട് ചാനലിന്റെ മേളിലേക്കൊക്കെ വരുന്നെങ്കിൽ ഓക്കെ ഫൈൻ, നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ല എങ്കിൽ അവിടെ നമുക്കൊരു മീൻസ് ഒരു നെഗറ്റിവിറ്റി തന്നെ മാത്രമല്ല കുറച്ചും കൂടി ഒരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ഫാളിനുള്ള ചാൻസസ് ഉണ്ട്. ബിക്കോസ് അവിടെ പുട്ട് അവർ കവർ ചെയ്യാൻ വരും. പുട്ട് കവർ ചെയ്യണമെങ്കിൽ അവർ ലാർജില് കോള് വിൽക്കാൻ തുടങ്ങിയാൽ നമുക്ക് നല്ല രീതിയിൽ പിന്നെയും നല്ല രീതിയിൽ സെൽ ഓഫ് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് അവിടെ മനസ്സിലാക്കുക. ദെൻ അപ്പോൾ മെയിൻ ഇഷ്യൂ അവിടെ ഇന്ന് ബാങ്ക് നിഫ്റ്റി ഇന്നലത്തെ അനുസരിച്ച് അത്രയും നല്ലൊരു പുട്ട് ബിൽഡിംഗ് ഉണ്ടായില്ല. മീൻസ് നിഫ്റ്റിനേക്കാളും പുട്ട് ബിൽഡിംഗ് ആയിരുന്നു അധികം. അതായിരുന്നു നമുക്ക് കുറച്ച് ഹെവി ആയിട്ട് നിഫ്റ്റിനേക്കാളും ബാങ്ക് നിഫ്റ്റി വീഴാനുള്ള ഒരു റീസൺ അതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. സ്റ്റിൽ നിഫ്റ്റിക്ക് അങ്ങനെ നല്ലൊരു പുട്ട് ബിൽഡിംഗ് നമുക്ക് എവിടെയും വേറെ രീതിയിൽ എവിടെയും അങ്ങനെ കാണാൻ കഴിയുന്നില്ല. സ്റ്റിൽ ഇവിടെയൊക്കെ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അത് വന്നാൽ നമുക്ക് ഓക്കെയാണ്. മീൻസ് അവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് വീണാലും നമുക്കൊരു വലിയ വീഴില്ല എന്ന് വിചാരിക്കാം. ബിക്കോസ് ഇവിടെ നമുക്ക് ബിൽഡിംഗ് കുറവാണ്. ഇനി അതല്ല, ഇവിടെയൊക്കെ പുട്ട് ബിൽഡിംഗ് ഉണ്ടെങ്കിലാണ് കുറച്ചൊരു നമ്മുടെ കുറച്ചൊരു ഇതാവുള്ളൂ. അത് കവർ ചെയ്യാൻ വന്നാൽ നല്ല രീതിയിലുള്ള ഫോളിനുള്ള ചാൻസസ് കൂടും.
അപ്പോൾ അത് ആ ഒരു പോയിന്റും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമുക്ക് ബാക്കി നമ്മൾ ഇനി എങ്ങനെയാണ് നമ്മളെ ഇനി മാർക്കറ്റ് ഓൾറെഡി ബിയറിഷിലേക്ക് നല്ല രീതിയിൽ വന്നാൽ മാക്സിമം അത് ബിയറിഷ് ആവാൻ തന്നെ നോക്കുള്ളൂ, മീൻസ് ഫാൾ ഉണ്ടാവാൻ തന്നെ നോക്കുള്ളൂ. ബട്ട് ഫാളിന് നമുക്ക് ഈ പറഞ്ഞ മാതിരി ബാങ്ക് നിഫ്റ്റി എന്ന് വീണേക്കുന്നത് 46,000 ഓൾറെഡി നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് 47 പോലും, ഈവൻ 49 പോലും നമുക്ക് ഒരു പുട്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നു എന്നുള്ളത്. സോ അപ്പൊ അതൊക്കെ നല്ല സിവിയർ ആയിട്ടുള്ള ഒരു ഫാളിന് ബാങ്ക് നിഫ്റ്റിക്ക് അതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ബിക്കോസ് അങ്ങനെയാണ് അതിൻ്റെ ആ തിയറിക്കൽ മീൻസ് അതിൻ്റെ പ്രാക്ടിക്കൽ പാർട്ട് അങ്ങനെയാണ് നിൽക്കുന്നത്. സോ അപ്പോൾ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നമുക്ക് മീൻസ് OA പാർട്ടിൽ വെച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ നോക്കാം. അത് കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എങ്ങനെയാണ് FIS കണ്ടേക്കുന്നത്. അൾട്ടിമേറ്റ്ലി എല്ലാവരും ഫസ്റ്റ് ടൈമാണ് നമ്മൾ സിനാരിയോ കാണുന്നത്. സ്ട്രോങ് ബിയറിഷ്. അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ FISും പ്രോസും ഒക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ബിയറിഷ് ആണ് നിൽക്കുന്നത്. അപ്പോൾ ആകെ ക്ലയൻസ് മാത്രമാണ് സ്ട്രോങ് ബുള്ളിഷിൽ വന്നിട്ടുള്ളൂ. ബാക്കി എല്ലാം സ്മാർട്ട് മണി മൊത്തം നിൽക്കുന്നത് സ്ട്രോങ് ബിയറിഷിലാണ്. അത് കെയർഫുൾ ആവുക. ദെൻ ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള സ്ട്രോങ് ബിയറിഷ് ആയിട്ട് തന്നെയാണ് കാണുന്നത്. ബിക്കോസ് നിഫ്റ്റിയിൽ കോൾ ചേഞ്ച് ആണെങ്കിൽ ബിയറിഷിലേക്ക് വന്നിട്ടുണ്ട് -4.53 ലാക്ക്. ദെൻ പുട്ട് ചേഞ്ച് ആണെങ്കിൽ -4.17 ലാക്ക്. സോ അത് രണ്ട് ഈക്വൽ ആണ്. ബട്ട് അൾട്ടിമേറ്റ്ലി നമുക്കത് ബിയറിഷ് ആയിട്ട് തന്നെ കാണാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ അതൊരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ ആണ്. ബിക്കോസ് അതോടൊപ്പം തന്നെ നമുക്ക് FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലും നല്ല രീതിയിലുള്ള സെല്ലിംഗ് ഉണ്ടായിട്ടുണ്ട്. സോ -58,945 അടുത്ത് അതിൻ്റെ അത്രയും FI ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ സെല്ലിംഗ് നടന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ്. ദെൻ DASും സെൽ സൈഡ് തന്നെയാണ്. ഫ്യൂച്ചേഴ്സ് ബിൽഡിങ്ങും കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നത് നെഗറ്റീവ് ആണ്. ദെൻ ഇനി നമ്മൾ ക്യാഷ് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ക്യാഷ് മാർക്കറ്റിൽ FIS 10,000 crore വൺ ഡേയിൽ സെല് ചെയ്തേക്കുന്നത്. സോ അതൊരു ഹ്യൂജ് ക്രോറാണ്, മീൻസ് ഹ്യൂജ് എമൗണ്ട് ആണ്. ആൻഡ് 4,000 ബൈ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മീൻസ് DAS ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് FISന്റെ ഹ്യൂജ് സെല്ലിങ് അവിടെ കാണാം. ഓക്കെ, അൾട്ടിമേറ്റ്ലി മാർക്കറ്റ് നല്ല രീതിയിലുള്ള ബിയർ സെന്റിമെന്റ് തുടരുകയാണ്. നമുക്ക് നാളെ ഇനി ഓപ്പണിംഗ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ബാക്കി മീൻസ് നിഫ്റ്റിയുടെ ഒക്കെ ഓപ്പൺ എവിടെയാണെന്ന് നോക്കണം. ഫ്യൂച്ചേഴ്സിന്റെ ഓപ്പൺ നോക്കിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ലെവൽസ് നോക്കാനേ പറ്റുള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മാതിരി വലിയ ഗ്യാപ് ഡൗൺ ആണ് ഓപ്പൺ ആണെങ്കിൽ നമ്മുടെ ലെവൽസ് കാര്യങ്ങളൊക്കെ സ്റ്റിൽ മാറും. ഇനി നമുക്ക് നമുക്കൊരു 4 hours ഇതും കൂടി എടുത്തിട്ട് ഒന്ന് നോക്കാം. നമ്മൾ 4 hours ചാർട്ടിൽ നല്ല രീതിയിലുള്ള ഒരു ഹൈ ലോ ഒക്കെ വരുന്നതായിരുന്നു. ബട്ട് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 4 hours നമുക്കിപ്പോൾ ഇത് വിട്ടിട്ടുണ്ട്. 4 hours ഈ ചാനലിന്റെ ഇത് മീൻസ് നിഫ്റ്റി ക്രോസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ ഒരു കണ്ടിന്യൂസ് ക്യാൻഡിലും കൂടി ഫോം ചെയ്തിട്ടുണ്ട്. കറന്റ്ലി നമുക്ക് സപ്പോർട്ട് എന്ന് പറയുന്നത് 21,500 ആണ്. അത് നമുക്കിപ്പോൾ നല്ല രീതിയിലുള്ള ലാർജിൽ നല്ല രീതിയിലുള്ള സപ്പോർട്ട് എടുത്ത ഏരിയ ആണ്. ബട്ട് ഇപ്പോൾ നമുക്ക് അത് ലൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നാളെ നമുക്ക് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് തന്നെയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ചിലപ്പോൾ അവിടെ നിന്നും ഫോളോ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. എന്നാലും നമുക്ക് ഇവിടെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുശേഷം മാത്രം അതോടൊപ്പം സോൺ കൂടി ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം ഒരു ഡിസിഷൻ എടുക്കുക. എനിവേ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 4 hours നല്ല രീതിയിൽ സപ്പോർട്ട് പിന്നെ വരുന്നത് 21,200 ലെവൽസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ലെവൽസും ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് ശ്രമിച്ച് മീൻസ് നാളെ നോക്കാം. അതോടൊപ്പം ഇൻട്രാഡേ സോൺ എവിടെയാണ് വന്നതെന്നുള്ളത് കാര്യങ്ങൾ നോക്കണം. ഓക്കെ, അപ്പോൾ അതാണ്. ആൻഡ് ബാങ്ക് നിഫ്റ്റി ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. ഓൾറെഡി ഒരു ചെറിയൊരു കൺസോളിഡേഷൻ റേഞ്ച് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ബാങ്ക് നിഫ്റ്റിയും താഴേക്ക് വന്നു. ബാങ്ക് നിഫ്റ്റിക്കും ഈ ഒരു സെല്ലിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് ഒരു ബെയറിഷ് ആയിട്ടുള്ള കൺഫർമേഷനാണ് തന്നത്. അതോടൊപ്പം നമ്മൾ നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു നല്ലൊരു മീൻസ് ഒരു 1 day ടൈം ഫ്രെയിം. ഓക്കെ, കുറച്ചും കൂടി ഇതാക്കി നോക്കാം. 1 day ടൈം ഫ്രെയിമിലുള്ള ഒരു ചാനലിലേക്ക് ബാങ്ക് നിഫ്റ്റി താഴ്ന്നു വന്നിട്ടുണ്ട്. ആ ചാനലിലായിരുന്നു ബാങ്ക് നിഫ്റ്റി കുറേ നാൾ ഹോൾഡ് ചെയ്ത്. വൺസ് അത് ബ്രേക്ക് ചെയ്തിട്ട് ഇപ്പോൾ അത് അതിൻ്റെ ഹയർ ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇന്ന് നമുക്ക് വരാം ഒരു മീൻസ് ഒരു ഹെവിലി ബിയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ ഇവിടെ തന്നിട്ടുണ്ട്.
സോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ഒരു ബുള്ളിഷ് വന്നു, പിന്നെ ഒരു കൺസോളിഡേഷൻ വന്നു, ഇവിടെ നമുക്ക് വീണ്ടും ആ ചാനലിൻ്റെ അതിലേക്ക് കയറി. അപ്പോൾ അങ്ങനെ വന്നെയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ വന്നെയാണെങ്കിൽ ഇനി എവിടെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ബട്ട് കറൻ്റ്ലി നമുക്ക് 46,000 നമുക്ക് നല്ലൊരു സപ്പോർട്ടുള്ള വേറെ സെന്റിമെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് നിൽക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇവിടുന്ന് എവിടെയാണോ ബാങ്ക് നിഫ്റ്റി മീൻസ് റിവേഴ്സൽ ഇനി കണ്ടിന്യൂസ് ചെയ്യാനാണെങ്കിൽ ഈ ചാനൽ ഹൈ എടുത്തിട്ട് തിരിച്ച് കയറാൻ പറ്റുന്നില്ല എങ്കിൽ മീൻസ് ബാങ്ക് നിഫ്റ്റി ഫോളോ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. എനിവേ, അപ്പൊ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഹോൾ സെന്റിമെന്റ് ആൻഡ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. നിഫ്റ്റി ആണെങ്കിൽ കുറച്ച് നാളത്തെ ചാനൽ അതും ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി പഴയ ചാനലിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ എല്ലാവരും അത് കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം ട്രേഡ് ചെയ്യുക. ദെൻ ഇൻട്രാഡേ സോൺ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം സോണാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോൺ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ കിട്ടുള്ളൂ. ഇന്നും ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്ക് നിഫ്റ്റി പിന്നെയും ബാങ്ക് നിഫ്റ്റിനെ ഹോൾഡ് ചെയ്തത് നിഫ്റ്റി ആണെന്ന് പറയാം. കാരണം ബാങ്ക് നിഫ്റ്റി താഴേക്ക് സോൺ ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോകുന്നുണ്ടെങ്കിലും നിഫ്റ്റി സോൺ ബ്രേക്ക് ചെയ്തിട്ടില്ല, ഡിമാൻഡ് സോൺ ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ അപ്പൊ നിഫ്റ്റിയുടെ ബ്രേക്കിംഗ് നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്തു. ഇനി നാളെ അൾട്ടിമേറ്റ്ലി എല്ലാം ബിയറിഷിലാണ് നിൽക്കുന്നത്. ദെൻ 0.8 മാത്രമേ ഉള്ളൂ PCR നെഗറ്റീവായിട്ട് കാണിക്കുന്നത്. സോ അപ്പോൾ 0.8 ബിയറിഷ് സൈഡാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ ഇനി കുറേ വീണല്ലോ എന്ന് വിചാരിച്ച് ഒറ്റയടിക്ക് നമ്മൾ റിവേഴ്സ് ട്രേഡിലൊന്നും നിൽക്കരുത്. ബിക്കോസ് സെന്റിമെന്റ് നോക്കാം, മാർക്കറ്റ് സെന്റിമെന്റ് അൾട്ടിമേറ്റ്ലി ബിയറിഷ് തന്നെയാണ്, ബിയറിഷിലാണ് തുടരുന്നത്. അപ്പോൾ ഇനി സപ്പോർട്ട് കാര്യങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ഓൾറെഡി പുട്ട് ബിൽഡിംഗ് ഒക്കെ കുറവായതുകൊണ്ട് നാളെയും ഇനി ഗ്യാപ് ഡൗണോ മീൻസ് ഗ്ലോബൽ മാർക്കറ്റ് എല്ലാം വീക്കാണ്. അപ്പോൾ ഇനി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം സ്റ്റോക്കുകളിൽ കയറാം. നല്ല ലെവൽസ്, നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് പ്രൈസും എല്ലാത്തിനെയും നിങ്ങൾ തന്നെ നോട്ട് ചെയ്ത് വെക്കുക. അതല്ല എങ്കിൽ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. മീൻസ് നല്ല സ്റ്റോക്കിൻ്റെ ഡിസ്കൗണ്ട് പ്രൈസ് എവിടെ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയണമെങ്കിൽ നിങ്ങൾ നോക്കി വെക്കുന്ന സ്റ്റോക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് DM ചെയ്യുക, മീൻസ് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കാം. എനിവേ, നിങ്ങൾ മാക്സിമം വീഡിയോസ് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമെന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മളൊരു 15 minutes ആണ് ഉദ്ദേശിച്ചത്. ബട്ട് മാർക്കറ്റ് ഇന്ന് നല്ല രീതിയിൽ ബ്ലഡ് ബാത്ത് ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട്. മീൻസ് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മീൻസ് മാക്സിമം എല്ലാ ദിവസത്തെ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണും. എന്നാലാണ് നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റിന്റെ സെന്റിമെന്റ് പ്ലസ് നമ്മൾ ആ ലെവൽസ് കാര്യങ്ങളും കൂടിയാണ് പറയുന്നത്. അപ്പോൾ അത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് കുറച്ചും കൂടി ഈസി ആയിട്ട് നിൽക്കും. അതല്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് ഒരു ട്രേഡ് എടുത്തു വെറുതെ കുറെ SL കൊണ്ടുപോയിട്ട് പിന്നെ മൈൻഡൊക്കെ ആകെതായി. എപ്പോഴും നല്ല ട്രേഡ്സിൽ മാത്രം കയറാനും ശ്രമിക്കുക. ഓക്കെ, ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.